അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ചാനലിലെ പുതിയ വിജ്ഞാന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ ഞാനൊരു ക്വിസ് മത്സരം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. കൃത്യമായിട്ട് ഉത്തരം നൽകുന്നവർക്ക് നല്ല പ്രത്യേകമായിട്ടുള്ള ഒരു സമ്മാനമുണ്ട്. സമ്മാനം എന്താണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ക്വിസ് മത്സരം അതിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ ആദ്യമായി ഇറക്കപ്പെട്ടത് ഏത് മാസത്തിലാണ്? ഉത്തരം റമദാൻ മാസം. അതെ, റമദാൻ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് ഇറക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് റമദാൻ മാസത്തിന് ഇത്രയും ഏറെ പ്രാധാന്യം നൽകുന്നതും നമ്മൾ ഖുർആൻ ഓതാൻ ഒരുപാട് സമയം കണ്ടെത്തുന്നതും അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? ഓക്കെ, ഉത്തരം സൂറത്തുൽ ബഖറ. 286 ആയത്തുള്ള ബഖറയാണ് നമ്മുടെ ഏറ്റവും വലിയ സൂറത്ത്. നമ്മുടെ വീടുകളിൽ ഇത് ഓതുന്നത് വളരെ പുണ്യമുള്ളതും പിശാചിൻ്റെ ശല്യം ഒഴിവാവാൻ വളരെ ഏറെ സഹായിക്കുന്നതുമായൊരു സൂറത്താണ് സൂറത്തു അൽ ബഖറ. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളി നടത്തിയത് ആരാണ്? ഉത്തരം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരനായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ശബ്ദം മദീനയുടെ മണ്ണിൽ ആദ്യമായി ബാങ്ക് വിളിയായിട്ട് മുഴങ്ങി. അദ്ദേഹത്തിൻ്റെ ക്ഷമയും ഇസ്ലാം വിശ്വാസത്തോടുള്ള ഉറപ്പും നമുക്കെല്ലാം എന്താണ്, മാതൃകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട നബി, ഏറ്റവും കൂടുതൽ തവണ പേര് പറയപ്പെട്ട നബി ആരാണ്? ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പേര് പറയപ്പെട്ട നബി ആരാണ്? ഓക്കെ, ഉത്തരം പറയാം. ഉത്തരം മൂസാ നബി അലൈഹിസ്സലാമാണ്. ഓക്കെ, 136 തവണയാണ് മൂസാ നബിയുടെ പേര് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ഫിർഔനുമായുള്ള പോരാട്ടവും ഖുർആൻ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഖുർആനിലെ സൂറത്ത് ഏതാണ്? ഉത്തരം പറയാം. സൂറത്തു തൗബ. ഖുർആനിലെ 9ാം സൂറത്തായ തൗബ ബിസ്മി ഇല്ലാതെയാണ് തുടങ്ങുന്നത്. എന്നാൽ ഖുർആനിലെ ആകെ ബിസ്മികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നൊന്നുമില്ല കേട്ടോ. കാരണം എന്താണ്? സൂറത്തു നംലില് എത്ര ബിസ്മികളുണ്ട്? അത് ഞാൻ ഇതിൻ്റെ ഉത്തരം പറയുന്നില്ല കേട്ടോ. അതിൻ്റെ ഉത്തരം കൂടെ നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനോടൊപ്പം പറയണം. ഓക്കെ, അപ്പം നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഓക്കെ, പറയട്ടെ. ഉത്തരം മസ്ജിദുൽ ഹറാം, കാബ. മക്കയിലെ പരിശുദ്ധ കാബയാണ് ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഒരേ ദിശയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഈ കേന്ദ്രത്തിലേക്കാണ്. ഓക്കെ, അപ്പം നമുക്ക് ഏഴാമത്തെ ചോദ്യം ചോദിച്ചാലോ? ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഏറ്റവും അവസാനം വഫാത്തായത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഏറ്റവും അവസാനം വഫാത്തായത് ആരാണ്? ഓക്കെ, ഉത്തരം പറയട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 6 മാസങ്ങൾക്ക് ശേഷമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത്. സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ ബീവിയെ വിശേഷിപ്പിക്കുന്നത്. സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എട്ടാമത്തെ ചോദ്യം. ഒരു സ്ത്രീയുടെ പേരിൽ മാത്രമുള്ള ഖുർആനിലെ സൂറത്ത് ഏതാണ്? ഓക്കെ, ഉത്തരം പറയട്ടെ. സൂറത്തു മറിയം. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവായ മറിയം ബീവിയുടെ പേരാണ് ഈ സൂറത്തിന് നൽകിയിരിക്കുന്നത്. സ്ത്രീകളെ ഇസ്ലാം എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണമാണ്. ഓക്കെ, ഇത് സൂറത്തുൽ മറിയം. ഓക്കെ,
അപ്പോൾ നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏത്? ഓക്കെ, ഉത്തരം പറയട്ടെ. സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസറാണ് ഉത്തരം. വെറും 3 ആയത്തുകൾ മാത്രമുള്ള ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശ്വാസമായി ഇറക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെ പരിഹാസങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ മറുപടിയാണിത്. ഓക്കെ, ഇനി 10ാമത്തെ ക്വസ്റ്റ്യന് അത് മത്സരത്തിനുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. ചോദ്യം ഞാനിപ്പോൾ ചോദിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ചോദ്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾക്കറിയാമായിരുന്നു എന്നതും അതിനിടയ്ക്ക് ഞാനൊരു ചോദ്യം അതിൽ വിട്ടിട്ടുണ്ട്. ആരെങ്കിലും ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആ ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾ എനിക്ക് തരണം. മത്സരത്തിനുള്ള ചോദ്യം: ഖുർആനിലെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഖുർആനിലെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ പേര്, ഐഡി അല്ല, നിങ്ങളുടെ കറക്റ്റ് പേരും കൊടുക്കുക. അതിൻ്റെ കൂടെ ഇതിൻ്റെ ആൻസറും കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഉത്തരം, ഞാൻ ചോദിച്ചതിൽ എത്ര ഉത്തരം അറിയാമായിരുന്നു എന്നതിൻ്റെയും കൂടെ ഉത്തരം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. സമ്മാനം എന്താണെന്നും ആരാണ് വിജയി എന്നതും ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ല മക്കളാണ് കാണുന്നെങ്കിൽ നല്ല മക്കളായിട്ട് മുഴുവനും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് നല്ലൊരു സമ്മാനം കരസ്ഥമാക്കുക. പടച്ചോന് നമുക്ക് തൗഫീഖിനെ നൽകട്ടെ, നല്ല മക്കളാക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.